അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ലോ ഷട്ടറിൽ നമുക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോ ഷട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചില പിക്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റിൽ നിന്ന് കുറച്ച് ഒരു ഫോഗ് പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ട് ഇമേജ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. ഒറ്റ ഇമേജിൽ വരുന്നൊരു സംഭവമാണ് ലോ ഷട്ടറിൽ വരുന്നത്. പിന്നെ അതൊരു മൂവിങ് സബ്ജക്റ്റും അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോയിൽ തന്നെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് കൊടുത്ത് എടുക്കുന്നൊരു സംഭവമാണ് ലോ ഷട്ടർ എന്ന് പറയുന്നൊരു സംഭവം. അപ്പം അതിലെങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഒരിക്കൽ എടുത്തിട്ടുണ്ട്, എന്നാലും അത്ര എക്സ്പെർട്ട് അല്ല. നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് അങ്ങനെ ഒന്ന് ക്ലിക്കായി നോക്കാം. അതിൽ ഒരുപാട് ക്യാമറയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബൾബ് മോഡുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ മൊബൈൽസിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിലും മൊബൈൽസിലും നമ്മൾ ലോ ഷട്ടർ വെച്ചിട്ട് ലോ ഷട്ടർ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ അറേഞ്ച് ചെയ്ത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കല്ല ഇതുപോലെ പ്രോ മോഡിൽ അപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ആൾക്കാരും നമ്മൾ ബൾബ് മോഡ് അല്ലെങ്കിൽ ലോ ഷട്ടർ മാക്സിമം താഴ്ത്തിയിട്ട് ഏറ്റവും കുറച്ചിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് മൂവ് ചെയ്യാനായിട്ട് ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു സാധനം ഒട്ടിക്കുന്നുണ്ട്. എന്നിലേ അത് വലിച്ച് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരും. പിന്നെ വേറെ ലൈറ്റല്ല, അതായത് ബാക്കിയുള്ള ലൈറ്റ്സ് എല്ലാം നമ്മൾ ഓഫ് ചെയ്യണം. ഒരു ലൈറ്റ് മാത്രം, നമ്മൾ ആ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ലൈറ്റ് മാത്രം, അതും ഒരു സിമ്പിൾ ലൈറ്റായിട്ട് ചെറിയ ലൈറ്റ് മതി. ബാക്കി ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യണം. ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഈ സംഭവം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണം, എങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻസുലേഷനായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഒടിച്ചിട്ടുള്ളത്. അപ്പം അതുകൂടെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ അടുത്തോട്ടും ഫ്രെയിമിൽ നിന്നും കറക്റ്റായിട്ട് ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ബാക്കി ലൈറ്റെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ സിംഗിൾ ഒറ്റ ലൈറ്റ് മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ. ബാക്കി ലൈറ്റെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ISO ഇത്രയാണ്. ISO മാക്സിമം കുറയ്ക്കുക. ISO മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം, ഒരു 100 ISO വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വീണ്ടും ആ പ്രോഡക്റ്റിൻ്റെ ബാക്കി ഷട്ടർ കുറയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും ലൈറ്റ് കയറി വരും. അപ്പോൾ ഷട്ടർ നമുക്ക് മാക്സിമം കുറയ്ക്കുക. ഷട്ടർ കുറച്ച് ഓക്കെ, നമുക്ക് മാക്സിമം 1.4 ഒരു 2 വയ്ക്കാം. 2 seconds. ഓക്കെ, 2 seconds. അപ്പോഴത്തേക്കും നമ്മളെ പ്രോഡക്റ്റ് കാണാനില്ല. അപ്പോഴത്തേക്കും നമ്മൾ അപ്രോച്ചറിൽ അത് കയറി ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്രോച്ചിൽ മാക്സിമം നമ്മളെ ലൈറ്റിൻ്റെ അപ്രോച്ച് മാക്സിമം ലൈറ്റ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴത്തേക്കും നമ്മൾ ഫോക്കസ് ഷാർപ്പാക്കിയിട്ട് അത് ഫോക്കസ് നമ്മൾ ഇതാക്കി വെക്കണം, അതായത് മാനുവലാക്കി വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ആ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആവത്തില്ല. ആ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഫോക്കസ് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ ലൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. അവിടെ വീണ്ടും ലൈറ്റിൻ്റെ കുറവ് വേണം. അപ്പം ഇതിൽ ഞാൻ ലൈറ്റ് മാക്സിമം കുറയ്ക്കുകയാണ്. ഓക്കെ, ചെറിയ ലൈറ്റ് മാത്രം മതിയാവും നമുക്ക് ആ പ്രോഡക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ലൈറ്റ്. ഓക്കെ, ഇപ്പം നല്ല ലൈറ്റാണ്, ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഓക്കെ, നമുക്ക് ഒരു ഷോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. ഓക്കെ, എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് പിക്ക് എങ്ങനെ വന്ന് നോക്കാം. ഇതാണ് ഒരു 4 സെക്കൻഡെങ്കിലും നമ്മൾ ഡിലേ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ 4 സെക്കൻഡിൽ വേണം നമ്മൾ വയ്ക്കാൻ, അല്ലെങ്കിൽ കിട്ടാനായിട്ട് അത്യാവശ്യം ഡിലേ ആണ്. നമ്മൾ ഒരാളായിട്ട് എടുക്കുമ്പോഴത്തേക്ക് 4 സെക്കൻഡ് ഉറപ്പായിട്ട്, കാരണം ആ സെക്കൻഡിനുള്ളിൽ ആ സബ്ജക്റ്റ് മൂവ് ആയിരിക്കണം, ആ 4 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അല്ലാതെ ഒരു ഫോട്ടോ എടുക്കാം, കാരണം സ്റ്റോക്കിംഗ് ഇമേജായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഇതായി കിട്ടത്തുള്ളൂ. എങ്കിൽ ഓക്കെ, ഒരു ഫോട്ടോ അതേ നമ്മൾ മൂവിങ് ആക്കാതെ തന്നെ അതേ ടൈമിലെടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ ഉണ്ട്. അടുത്ത് സെയിം സബ്ജക്റ്റ് ഒരു ക്ലിക്കും കൂടെ. അപ്പോൾ ആ ടൈമിൽ അതിനെ മൂവിങ് ആക്കുക, അതാണ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ മൂവിങ് ആക്കാം. വീട്ടിനെ മൂവിങ് ആക്കാം. ഓക്കെ, ഞാൻ ക്ലിക്കാക്കാൻ പോവുകയാണ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ആ പിക്കിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എടുത്ത ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഇമേജ്, ഈ സെക്കൻഡ് ഇമേജ്
ഓക്കെ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ലോ ഷട്ടറിൽ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്. കാരണം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കണം. അപ്പം നമുക്ക് എന്തായാലും ഫൈനൽ ഔട്ട് കാണാം. ഓക്കെ, ബൈ.